ഹലോ ഗൈസ്, സെക്കൻഡ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ദാനട്ടൻ സ്കൂളിൽ ടാലൻ്റ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. കാരണം ദാനട്ടൻ ശിവയായിട്ടാണ് ഒരുങ്ങുന്നത്. അപ്പം ഒത്തിരി മേക്കപ്പ് ഉണ്ടായിരുന്നു. കാരണം ബേസ് ഇടണമായിരുന്നു, അതിൻ്റെ മുകളിൽ ബ്ലൂ കളർ ലൈറ്റായിട്ട് കൊടുക്കണമായിരുന്നു. അപ്പം നല്ല രീതിയിൽ പണിയുണ്ടായിരുന്നു. കൈയുടെ ഉപ്പാട് ഇളകി ഗൈസ്, അതുപോലെ ഉണ്ട്. കുഞ്ഞിൻ്റെയും ചെതക്കേട് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുങ്ങാനായിട്ട്. നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചേർക്കുന്നതല്ല, ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യാനും ഒരുങ്ങാനും ഒക്കെ. പിന്നെ പേര് കൊടുത്ത് കഴിയുമ്പോൾ ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്റ്റേജിൽ കയറാനും പ്രോഗ്രാം ചെയ്യാനും. അത് പ്രണവാണ് കേട്ടോ. പ്രണവ് മുത്തുരാജാവായിട്ടാണ് ഒരുങ്ങുന്നത്. അതായത് യേശുക്രിസ്തു ജനിച്ചു കഴിയുമ്പോൾ യേശുക്രിസ്തുവിനെ കാണാൻ ചെല്ലുന്ന 5 രാജാക്കന്മാരിൽ ഒരാളാണ് ഈ മുത്തും പവിഴമൊക്കെ ആയിട്ട് ചെയ്യുന്നൊരു രാജാവാണ് കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത്. ഇങ്ങനെ നോക്ക്, കന്യാസ്ത്രീയായിട്ടും അൽഫോൻസാമയായിട്ടും ഏഞ്ചലായിട്ടും സ്പൈഡർമാനായിട്ടും ഹണീബി ആയിട്ടും പിന്നെ സമകാലിക പ്രസക്തി വരുന്ന കാര്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് വലയിൽ കുടുങ്ങുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പേരൻസുകൾ തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലാണ് കേട്ടോ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, നമ്മുടെ വൈഗാലക്ഷ്മി ഫ്ലവേഴ്സിലെ പിള്ളേരുടെ പ്രോഗ്രാമിലെ കുട്ടിയാണ് കേട്ടോ. ഇവിടെ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണ്. ഈ ഒരു ചേട്ടൻ മറ്റേ വോഡഫോൺ കോമഡി സ്റ്റാർസിലുള്ള ഈ ഒരു ചേട്ടനാണ് കേട്ടോ ഗസ്റ്റായിട്ട് വന്നിരുന്നത്. നമുക്ക് ആ ചേട്ടൻ്റെ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റില്ലായിരുന്നു. കാരണം അതുപോലത്തെ പരിപാടി ഉണ്ടായിരുന്നു. ഇവൻ്റെ പരിപാടി കുറച്ച് മുൻപാണ് കേട്ടോ നമുക്കിത് കംപ്ലീറ്റ്. ബാക്കി പിള്ളേരെ കൂടെ നമുക്ക് കാണണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ റെൻ്റൽ എടുത്താണ് കേട്ടോ ശിവൻ്റെ ഡ്രസ്സ്. ജയകേരള ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, റെൻ്റൽ ഹൗസ് ഉണ്ട്, അവിടെ നിന്ന് എടുത്താണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നമുക്ക് എമൗണ്ടും ഒരുപാടില്ല റെൻറ്റിന്, അങ്ങനെ നമ്മൾ എടുത്താണ്. ഇനി ഇത് അവൈലബിൾ ആണ്, പക്ഷേ 700 സംതിങ് എന്തോ ഉള്ളൂ. പക്ഷേ നമ്മളത് പിന്നീട് യൂസ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റെൻറ്റിന് എടുത്താണ് കേട്ടോ. അങ്ങനത്തെ ആള് ആദ്യമൊക്കെ ഓക്കെ ആണ്, പിന്നീട് ഇറിറ്റേറ്റ് ആകാൻ തുടങ്ങി. പക്ഷെ ഒരിക്കൽ അതപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അള്ളാ കണ്ണേട്ടായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുട്ടിഷ് ഇവിടെ കംപ്ലീറ്റ് ഇവിടെ ഏകദേശം ഫേസ് ഇവിടെ ആക്കിയിരുന്നു. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോസ് ഷോർട്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കണം കേട്ടോ. ഞങ്ങളുടെ കുട്ടിഷ് ഇവിടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെയും അമ്മയുടെയും 4-5 മണിക്കൂറത്തെ പ്രയത്നം. അങ്ങനെ ഞങ്ങൾ 8 മണിയായപ്പോൾ തുടങ്ങിയത് ഒരു 10-11 ആയതോടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ശിവയുടെ എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഫൈനൽ ടച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ കളറൊന്ന് ഫെയ്ഡ് ആവുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കഴിഞ്ഞ് തന്നോട്ടിനെ കുളിപ്പിക്കുന്ന കാര്യവും ഇതിൻ്റെ മുഖത്തുനിന്നും ദേഹത്തു നിന്നൊക്കെ റിമൂവ് ചെയ്യുന്ന കാര്യവും ഒക്കെ ഓർത്തിട്ട് ആകെ ടെൻഷനാണ് കേട്ടോ. കാരണം അമ്മാതിരി കളറ് അവൻ്റെ, അതായത് ബ്ലൂ പാൻ കേക്കാണ് കേട്ടോ, പാൻ സ്റ്റിക്കാണ് ഇവൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അലർജിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ളതാണ് മേടിച്ചത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇച്ചിരി ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻ സ്റ്റിക്കാണ് മേടിച്ചത്. അതും ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇതുപോലെയുള്ള എന്ത് പ്രോഗ്രാമിന് മേടിച്ചാലും നിങ്ങൾ ഇച്ചിരി എമൗണ്ട് കൂടിയത് മേടിക്കുക. കാരണം കുഞ്ഞ് ബോഡിയല്ലേ, അവരുടെ സ്കിന്നിൽ അത് അബ്സോർവ് ആവുമോ എല്ലാം ചെയ്താൽ അവർക്ക് ഇതാവുമല്ലോ. അപ്പം ഞങ്ങൾ അത് നോക്കിയിട്ട് കമ്പനിയുടെ ആണ് കേട്ടോ മേടിച്ചത്. ഏതാണ് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ നമ്മളത് അയക്കാം കേട്ടോ. റെൻ്റ് ആയതും എത്രയാണ് അവന് ആകെ ചിലവ്. ഇതിൻ്റെ ഇതാണ് കേട്ടോ പ്രണവ്. ഞാൻ കൃഷ്ണനായിട്ട് ഒരുങ്ങിയ കുഞ്ഞിൻ്റെയൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെയൊക്കെ ഷോട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ അതേ ഒരു കർഷകനുണ്ടായിരുന്നു കതിരൊക്കെ ആയിട്ട്. പിന്നെ അതേ ആമയുണ്ടായിരുന്നു. ആമയുടെ 2 വേർഷൻ ഉണ്ടായിരുന്നു കേട്ടോ, 2 ആമയുണ്ടായിരുന്നത്. ഇതൊക്കെ എന്തിനെ എനിക്ക് വയ്യെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിള്ളേർ. എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറൊരു ആമ പോകുന്നുണ്ടോ. അവനും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെർഫോമൻസ് ബേസ് ആമയ്ക്ക് എന്താ ആകെ എഴയാന്നുള്ളതല്ലേ ഉള്ളൂ. അത് അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഒരു ക്രിസ്ത്യാനി അമ്മച്ചി, പഴയകാല ക്രിസ്ത്യാനി അമ്മച്ചി ചെട്ടയും മുണ്ടയൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ ചെറുക്കൻ്റെ പട്ടാളക്കാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിലുള്ള ശാന്തി ചേച്ചിയുടെ മോനാണ് കേട്ടോ. അവനെക്കൊണ്ട് ചേച്ചി പറഞ്ഞ അവൻ സ്റ്റേജ് ഫിയർ ഉണ്ട് അങ്ങനെയാണ്, പക്ഷെ അവനൊന്നുമില്ലായിരുന്നു. അവനെക്കൊണ്ട് പറ്റുന്ന പോലെ അവൻ അടിപൊളിയായിട്ട് ആ LKG ബേസിൽ അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എമു ആണെന്ന് തോന്നുന്നു. എമു വന്ന് മുട്ടയിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ നിന്ന്. പക്ഷെ ആ എമുവിന് കുറച്ചുകൂടെ പെർഫോമൻസ് വന്നിട്ട് ഒന്നുകൂടെ കിട്ടിയത്. പിന്നെ ഒരു മഞ്ഞ കിളി വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞക്കിളി എനിക്ക് ഭയങ്കര നാണവും ചിരിയൊക്കെ ആയിരുന്നു. അതിന് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിലുള്ള അശ്വതി ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിലുള്ള രേഷ്മയുടെ കുഞ്ഞാണ് കേട്ടോ. അവർക്ക് അവരെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ ഒരു കലിപ്പൻ ടീച്ചർ ഉണ്ടായിരുന്നു, ഏഞ്ചൽ ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി വേഷൻസിൽ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ പ്രായമായിട്ടൊരു അമ്മ, വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അമ്മയെ പ്രതിനിധിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവനാണ് കേട്ടോ LKG ബേസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതേ ഒരു മാതാവിൻ്റെ രൂപത്തിൽ കുഞ്ഞിനെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ, നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ കുഞ്ഞിനും എന്തോ പ്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേ ഒരു കട്ടുറുമ്പ് ഉണ്ടായിരുന്നു, അവനും അവനെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കർഷകനുണ്ടായിരുന്നു. എപ്പോഴും കാണുന്ന കുറേ സംഭവങ്ങളാണ്. കർഷകൻ, കർഷകശ്രീ, കന്യാശ്രീ,
ശകുന്തള ഉണ്ടായിരുന്നു. പിന്നെ ഇത് വീണ്ടും ഒരു ഏഞ്ചൽ ആണെന്ന് തോന്നുന്നു. പിന്നെ അതേ കൃഷ്ണൻ ഉണ്ടായിരുന്നു, രണ്ട് കൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് വേഷങ്ങളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പതാക ഉയർത്തിയ ഒരു സോൾജിയറെ പോലെ. ഇവനാണ് UKG ബേസിൽ ഫസ്റ്റ് കേട്ടോ. ഒരു സമകാലിക പ്രശസ്തി വരുന്നൊരു കാര്യമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെ പറ്റിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേ ഒരു കാക്കാത്തിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും പ്രായമായിട്ടുള്ള പണ്ടത്തെ ക്രിസ്ത്യാനി അമ്മച്ചി. പിന്നെ പ്രണവ് മുത്തുരാജാവായിട്ട് വന്നു. അങ്ങനെ ഒത്തിരി വെറൈറ്റികളായിട്ടുള്ള പെർഫോമൻസും നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ കാണുന്ന പെർഫോമൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഭയങ്കര സന്തോഷം തോന്നി കുഞ്ഞു മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഞങ്ങളുടെ കള്ളകൃഷ്ണൻ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പിലുള്ള അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞാണ് കേട്ടോ. അങ്ങനെ ദാനോട്ട് 2 ഐറ്റംസിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഫാൻസി ഡ്രസ്സിന് സെക്കൻഡും ഫിലിം സോങ്ങിന് തേർഡും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നേ ഉള്ളൂ. ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.